ഹലോ കിലോട്ടർ ഇപ്പത്തിലേക്ക് സ്വാഗതം. കിലോട്ടറിലെ മിസ്റ്റർ ട്രോൾ എന്ന് അറിയാം നിങ്ങൾക്ക്. മിസ്റ്റർ ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രോം മെന്റൽ പിന്നെ ഷാനിസം എന്ന ഒരു വ്യക്തികളെ പോലെ എന്താ വെച്ചാൽ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവർക്ക് അറിയട്ടില്ല. ഇൻസ്റ്റ യൂസ് ചെയ്താൽ ആരുമില്ല. പക്ഷേ ഇൻസ്റ്റയിൽ ഇങ്ങനത്തെ എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റോറി അപ്ഡേറ്റ് ഒക്കെ ഇല്ല. ഇപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ന്യൂസ് ചാനൽ ഫോളോ ചെയ്യുമ്പോൾ വെച്ച് ഇപ്പോൾ ബെറ്റർ അല്ല, കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന നമ്മുടെ ക്രോം മെന്റലിനെ ഷാനിസം പിന്നെ അതുപോലെ ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ നമ്മുടെ മിസ്റ്റർ ട്രോൾ എന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ സ്റ്റോറി ന്യൂസ് കാര്യങ്ങൾ പിന്നെ മറ്റേ ഇൻഫർമേഷൻ അങ്ങനത്തെ എല്ലാം എന്താ വെച്ചാൽ കറന്റ് ആയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ വൈറലായിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ഇവർ സ്റ്റോറി ആയിട്ട് എടുക്കില്ല. ഇവർ സ്റ്റോറി മാത്രമേ ഇടുള്ളൂ കേട്ടോ, മനസ്സിലായില്ലേ? ഇവരെന്താ വെച്ചാൽ സ്റ്റോറി മാത്രമേ ഇടുള്ളൂ, പോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണെങ്കിലും ഇപ്പോൾ വേൾഡിൽ നടക്കുന്ന എന്തൊരു സംഭവമാണെങ്കിൽ കൂടി അത് അപ്ഡേറ്റ് ആണ് വെച്ച് കഴിഞ്ഞാൽ ഇവരത് നേരെ നമ്മൾ സ്റ്റോറി ആയിട്ട് ഇടും. അപ്പോൾ മിസ്റ്റർ ട്രോളിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 ദിവസം മുമ്പ് നടന്നപ്പോൾ 2-3 ദിവസം മുമ്പ് നടന്ന മറ്റേ ആദിത്യ എന്ന കുട്ടിയുടെ ആത്മഹത്യയുടെ സംഭവം, ആത്മഹത്യയല്ല സൂസൈഡ്, അതിനെ സൂസൈഡിന്റെ സംഭവം എന്താ ചോദിച്ചാൽ ബിനോയാണ് കുറ്റക്കാരെന്ന് പറഞ്ഞിട്ട് ബിനോയെ അറസ്റ്റ് ചെയ്തു ഇല്ലല്ലേ. അപ്പോൾ എന്ത് ചോദിച്ചാൽ നമ്മുടെ മിസ്റ്റർ ട്രോളും വന്നിട്ട് ഒരു പോസ്റ്റ് അല്ല സ്റ്റോറി തന്നെ ഇട്ടുന്ന ഒരു കിലട്ടർ എന്താ വെച്ച് കഴിഞ്ഞാൽ ആമ്പിള്ളേർക്ക് മാത്രം എന്താ ഇങ്ങനെ നിയമം എന്താ വെച്ച് കഴിഞ്ഞാൽ ബിനോയ് ആ കുട്ടിയെ നമ്മുടെ ആദിത്യനെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് തന്നെ ഇവർ ഫിസിക്കലി പറഞ്ഞെങ്കിൽ കിലട്ടറിൽ എന്താ വെച്ചാൽ ലൈംഗികപരമായിട്ടൊക്കെ ഇതായിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് പരസ്പരം സമ്മതത്തോടു കൂടിയാണ്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇപ്പോൾ ആദ്യം എന്ന കുട്ടിക്ക് 18 വയസ്സൊക്കെ ആയി. പക്ഷേ ബിനോയ്ക്ക് കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പോക്സോ കേസും പിന്നെ അതിനുശേഷം 18 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൊലപാതകം അങ്ങനത്തെ കുറേ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുടുക്കിയത്, മനസ്സിലായി? കുടുക്കല്ല, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ബിനോയ്, മനസ്സിലായില്ലേ? അതിനു മുമ്പ് ഞാൻ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ മിഥുമോഹൻ പറഞ്ഞിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മിഥുമോഹൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ല? ഒരു പ്രണയ നൈരാശ്യം മൂലം ഒരു പെണ്ണ് തേച്ചിട്ട് പോയപ്പോൾ മിഥുൻ മോഹൻ ആത്മഹത്യ ചെയ്തു ഇല്ലാടല്ലേ. അപ്പോഴും ഇത് തന്നെ എന്താ വെച്ചാൽ ആൺപിള്ളേർക്ക് ഒരു വലിയൊരു വിലയില്ലാത്ത പറഞ്ഞ നിയമങ്ങളും ഒക്കെ ആൺപിള്ളേർക്ക് എതിരെ പോലെ ഇല്ലാതെ, മനസ്സിലായി? എന്താ വെച്ചാൽ പെൺപിള്ളേർക്ക് മുൻഗണനയും ആൺപിള്ളേർക്ക് ആ ഒരു മുൻഗണന കിട്ടുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ മിസ്റ്റർ ട്രോളം വന്നിട്ട് സ്റ്റോറി അങ്ങനെ ഇട്ടുണ്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ആൺപിള്ളേർക്ക് ജസ്റ്റിസ് ഫോർ എന്താ മെൻ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റിസ് ഫോർ ബിനോയ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിസ്റ്റർ ട്രോളെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ആൺപിള്ളേർക്ക് അങ്ങനെയാണ്, എന്ത് തെറ്റ് ചെയ്താലും ആൺപിള്ളേരെയാണ് പെട്ടെന്ന് പിടിക്കപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് മിസ്റ്റർ ട്രോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഇട്ടതിന് ശേഷം എന്താണ് കിലോട്ടറ മിസ്റ്റർ ട്രോളൻ ഫുള്ള് എന്താ വെച്ചാൽ ആൾക്കാർ മുഴുവൻ മിസ്റ്റർ ട്രോളിനെ എന്താ വെച്ച് കഴിഞ്ഞാൽ താഴ്ത്താൻ നോക്കുക, മനസ്സിലായില്ലേ? എന്താ വെച്ചാൽ നമ്മളെ ഈ മിസ്റ്റർ ട്രോളൻ എന്ന വ്യക്തി മുമ്പ് നമ്മളെ സ്വാഭാവികമായി ഒരു മനുഷ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിൽ കൂടി ഒരു അല്ലെങ്കിൽ പെണ്ണ് ആരെങ്കിലൊക്കെ വന്നത് നമ്മൾ സ്വാഭാവികം ചാറ്റ് ചെയ്യും, നോർമലായിട്ട് ചാറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരെന്ത് ടൈപ്പാണ് ചാറ്റ് ചെയ്യുന്നത് അത് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അവർ ചാറ്റ് ചെയ്യാതിരിക്കാം, നമുക്കറിയില്ല ഇല്ലല്ലേ, അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ അത് മിസ്റ്റർ ട്രോളൻ നോർമലായിട്ട് നേരെ ഫ്രണ്ട് എന്ന രീതിയിലൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടികളൊക്കെ അപ്പോൾ പബ്ലിഷ് പറഞ്ഞാൽ ആ ചാറ്റൊക്കെ എന്താ വെച്ചാൽ പരസ്പരം സമ്മതത്തോടു കൂടിയാണ് അവർ ചാറ്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇപ്പോൾ മിസ്റ്റർ ട്രോളൻ വ്യക്തിയും ആ വ്യക്തി എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് ചാറ്റ് ചെയ്ത കുട്ടിയും, മനസ്സിലായില്ലേ? അപ്പോൾ അവരെന്താണ് അത് ഇപ്പോഴെടുത്തിട്ട് കുത്തിപ്പൊക്കി, മനസ്സിലായില്ലേ? എൻ്റെ അടുത്ത് അയാൾ അന്നെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ പറയേണ്ട ആവശ്യം, മനസ്സിലായി? എന്താ വെച്ചാൽ ആൾ പെൺപിള്ളേരെ പറഞ്ഞപ്പോൾ അത് അവരെടുത്ത് റിവീൽ ചെയ്തു, മനസ്സിലായില്ലേ? ചാറ്റൊക്കെ എടുത്ത് റിവീൽ ചെയ്തു. എന്നിട്ട് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ ട്രോളൻ ഫുള്ള് സൈബർ പുള്ളിങ് പറഞ്ഞ പോലെ എന്താ വെച്ചാൽ ആൾ എയർലായ പോലെയായി, മനസ്സിലായില്ലേ? പിന്നെ ആൾ സ്റ്റോറി ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് റിപ്പോർട്ടൊക്കെ അടിച്ച് പോയിട്ട് അപ്പോൾ ആളെന്താ വെച്ചാൽ ഇപ്പോൾ ഒരു സ്റ്റോറി ഇട്ടുണ്ടെന്നില്ല മിസ്റ്റർ ട്രോളൻ ഒരു വീഡിയോ സ്റ്റോറി ഇട്ടു എന്താ വെച്ചാൽ നമുക്ക് ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഇങ്ങനെയാണ് സംഭവിച്ചത് അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല പറഞ്ഞിട്ട് മിസ്റ്റർ ട്രോളൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി ഞാൻ പ്ലേ ചെയ്യില്ല. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ബാക്കി പറയാം. ഹലോ, നമസ്കാരം. അപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ എന്നെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കാണുമായിരിക്കില്ല. എന്നെപ്പറ്റി പറയുന്നത് ഞാൻ ശ്രീപീഡകൻ, ഞാൻ മോശക്കാരൻ, പകൽമാന്യൻ, ഇങ്ങനെയൊക്കെ പോലെ ഒത്തിരി കാര്യങ്ങളും എല്ലാം കണ്ടു കാണുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതും കൂടെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ കേൾക്കുക, ബാക്കി നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുത്തത്. അതിപ്പോൾ ആ കുട്ടിയുടെ ചേട്ടനാണ് മെസ്സേജ് അയച്ചത്, അത് ആ കുട്ടി മെസ്സേജ് അയച്ചത് നമുക്കറിയില്ല. എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു, തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഞാൻ ഇന്നേ വരെ ഫ്ലേർട്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മാന്യനാണെന്ന് ഞാൻ സ്റ്റോറി ഇട്ടിട്ടില്ല. എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ ഫ്ലേർട്ട് ചെയ്യാറുണ്ടെന്ന്. അതെനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്കും കുഴപ്പമില്ല. ഞാൻ സിംഗിളാണ്, ഞാൻ ആർക്കും വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ള വ്യക്തിയൊന്നുമല്ല ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാതെ ഇരിക്കാന്നുള്ളൂ. ഞാനും മനുഷ്യനൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് അയച്ച മെസ്സേജൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് അയച്ച രീതിയിലൊക്കെ ആക്കിയിട്ട് വളരെ മോശമായിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പം അത് നിങ്ങൾ ആലോചിച്ച് വെക്കണം. 1-2 ഒന്നുമല്ല, ഒരുപാട് പേജസ് ഒരേ ടൈമിൽ എൻ്റെ അടുത്ത്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫെമിനിസത്തിനെ പറ്റി എതിരെ പറഞ്ഞപ്പോഴും അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് ചാറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എൻ്റെ തലയിലോട്ട് അടിച്ച് വീഴുന്നത്, ഒരുമിച്ച്. കാരണം നിങ്ങളെ ടൈം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്ന് മെസ്സേജ് അയച്ചാൽ നോക്കി എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ ടൈമിൽ മെസ്സേജ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ കൊടുക്കാഞ്ഞിട്ട് ഒരു ഇത് വന്നു കഴിഞ്ഞപ്പം എല്ലാം കൂടെ ഒരുമിച്ച് തലയിലോട്ട് ഇടുവാണ്. അപ്പം കൂടെ നിൽക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ തെറ്റിയിട്ടുണ്ട്. എന്താണ്, ഞാൻ വിശ്വസിച്ച് പോയി. എന്നോട് ചാറ്റ് ചെയ്ത വ്യക്തിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണ് എൻ്റെ അടുത്ത് മിണ്ടിയെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പറയുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന ചേട്ടന്മാരും ചാറ്റ് ചെയ്യാറില്ല എന്ന്. ഇപ്പം പോസ്കോയിലൊക്കെ കേസ് വന്ന് പുള്ളി വരെ വലിയ നന്നമരം കളിച്ചത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാവരും ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കൂടെ ചെയ്തെന്നേ ഉള്ളൂ, ബാക്കിയുള്ളവർ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ അല്ലെങ്കിൽ ബമ്പിളിൽ കൂടെ അല്ലെങ്കിൽ ടിൻഡറിൽ കൂടെ ചെയ്യുന്നു. എന്നെ കുറ്റപ്പെടുത്തുക. എൻ്റെ അക്കൗണ്ടിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാനല്ല ഞാൻ ഷെയർ ചെയ്യുന്നത്, ഞാൻ ന്യൂസും കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഇനി അങ്ങനെ തന്നെ ചെയ്യും. ഇപ്പൊ മനസ്സിലായില്ലേ ലീഡർ? അതാണ് മിസ്റ്റർ ട്രോളൻ പറഞ്ഞത്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്ക് ലീഡർ വിചാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ ഒരാൾ വന്ന് ചാറ്റ് ചെയ്തെന്താ നമ്മളിങ്ങനെ മറ്റേ റോബോട്ടാണ് ഓപ്പോസിറ്റ് ഒന്നും പറയാതിരിക്കാൻ എന്തോന്നും ഇല്ലട്ടല്ലേ. അപ്പൊ മിസ്റ്റർ ട്രോളൻ പറഞ്ഞ ഇതാണ്. എന്താ ചോദിച്ചാൽ ആ പ്രശ്നം ഇപ്പൊ ആ കുട്ടിക്ക് ഓപ്പോസിറ്റ് എന്ന കുട്ടിക്ക് അന്ന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് അന്ന് പറയാണ്ട് ഇന്ന് വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് ഇല്ലട്ടല്ലേ. ഇതെന്താ ചോദിച്ചാൽ സംഭവം മനസ്സിലായില്ല. ഫെമിനിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഫെമിനിസം പറഞ്ഞാൽ അങ്ങനെ പൂർണ്ണമായിട്ട് ആൾ പറഞ്ഞിട്ടൊന്നും ഇല്ല ഇല്ലട്ടല്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് തന്നെ പറഞ്ഞത്. ഇപ്പൊ ഞാനും പറയുകയാണെങ്കിൽ കൂടി കില്ലർ അങ്ങനെ പറയാറുള്ളൂ, മനസ്സിലായില്ലേ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ആമ്പിള്ളേർക്ക് അധികം മുൻഗണന ഇല്ല കില്ലർ. സത്യം പറയാലോ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നാൽ മിഥുൻ മോഹന്റെ കേസ് തന്നെ നിങ്ങൾ എടുത്താൽ മതി, മനസ്സിലാവും. എന്ന് വെച്ചാൽ ആ പ്രശ്നം 2 ദിവസത്തോടെ കഴിഞ്ഞു കില്ലറല്ലേ. ആ കുട്ടിയെ ഇതിൽ അറസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഒന്നും വന്നിട്ടില്ല കില്ലറല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം അപ്പൊ എന്താ വെച്ചാൽ എല്ലാവരും കില്ലർ ഇപ്പൊ വാനിഷ് മോഡ് ഓണാക്കി ചാറ്റ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ മിഥുൻ മോഹൻ അല്ല നമ്മുടെ മിസ്റ്റർ ട്രോളൻ അന്നയച്ച മെസ്സേജ് എന്താ വെച്ചാൽ അവർ പരസ്പരം ചാറ്റ് ചെയ്തതൊക്കെ ഇവർ അയച്ച മെസ്സേജൊക്കെ അൺസെൻഡ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഡിലേറ്റ് ആക്കിയിട്ട് അവരയച്ച മെസ്സേജ് അൺസെൻഡ് ഡിലേറ്റ് ആക്കിയിട്ട് ഇവരയച്ചത് മാത്രം അത് ഫോക്കസ് ചെയ്തിട്ട് എടുത്തിട്ടിരിക്കുക, മനസ്സിലല്ലേ. ഇപ്പോൾ മിസ്റ്റർ ട്രോളൻ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ സൈബർ പുള്ളിങ് ആയിക്കൊണ്ടിരിക്കുക. മീൻസ് സൈബർ പുള്ളിങ് സ്വീകരിക്കുക പറഞ്ഞാൽ എന്താ പറയുക, ആ ഒരു അറ്റാക്കിന് നേരിട്ടുകൊണ്ടിരിക്കുക, മനസ്സിലല്ലേ. സൈബർ പുള്ളിങ് എന്ന അറ്റാക്കിന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കില്ലർ, മനസ്സിലായില്ല. എന്താ വെച്ചാൽ അങ്ങനെയാണ് കില്ലർ. അപ്പോൾ നമ്മൾ സോഷ്യലിലേക്ക് നമ്മളെ ഒരാൾ കുറ്റപ്പെടുത്തുന്ന പറഞ്ഞില്ലേ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും, മനസ്സിലായില്ല. സത്യമാണ്. ഇത് നമുക്ക് പിന്നെ ഒരെണ്ണം കൂടി ഇട്ടുണ്ടല്ലേ, അത് നമുക്ക് വിട്ടേക്കാം. അപ്പം കണ്ടില്ലേ, ഒരുപാട് സെലിബ്രിറ്റീസ് ഇപ്പം എന്നെപ്പറ്റി എതിരെ പറയുന്ന ടീംസ് ആണെങ്കിൽ പോലും ഇതുപോലെ ഒരുപാട് ചാറ്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുമുണ്ട്. ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യാൻ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ ഈ സ്റ്റോറി ഷെയർ ചെയ്ത് കണ്ടാൽ തോന്നും വാനിഷ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എനിക്ക് വേണ്ടി സക്കറെണ്ണം കണ്ടുപിടിച്ച പോലെ തോന്നുന്നുണ്ട്. ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള ചാറ്റ് പ്രൈവസി ആയിരിക്കണം എന്നൊരു ഇതിലാണ് ഞാൻ പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ സമ്മതത്തോടെയാണ് ഞാൻ വാനിഷ് മോഡ് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ കയറുന്ന ഞാൻ വാനിഷ് മോഡ് ഇട്ടൊന്നുമല്ല. ഇപ്പം രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ സംസാരിച്ചത്, അത് ഞാൻ ഈ ഓരോ കാര്യത്തിൽ പ്രതികരിക്കുമ്പം എന്നെ മൊത്തത്തിൽ മോശക്കാരനാക്കണം എന്ന് പറഞ്ഞിങ്ങനെ ഇടുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഇനിയിപ്പം പരിപാടി നിർത്താൻ പോകുന്നില്ല. സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ കൂടെ നിന്ന് ഇങ്ങനെ പുറയുന്ന കുത്തുന്നവന്മാർ ഇതുപോലെ ഒരു അവസരം കിട്ടുമ്പോൾ താരെ ഇടാൻ നോക്കുന്നവന്മാരെ കൂടെ കൂട്ടുകൂടി വീണ്ടും ഇങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം ഈ സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞ കാര്യമൊന്നും വലിയ നല്ല കാര്യമൊന്നുമല്ല, അനുഭവിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വല്ല സൂയിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ RIP എന്ന് കമന്റ് ബോക്സ് ഇട്ടാൽ മതിയല്ലോ. നിങ്ങൾക്ക് ആ അവസ്ഥയെ നിൽക്കുമ്പോൾ അതിൻ്റെ മനസ്സിലായില്ല. എന്താ വെച്ചാൽ ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ നമുക്ക് അതിന് വേദന അറിയുള്ളൂ, മനസ്സിലല്ലേ. ഇപ്പോൾ മിസ്റ്റർ ട്രോളൻ പറഞ്ഞ സൂസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RIP ഇടുക അത്രേ ഉള്ളൂ, മനസ്സിലായി. അപ്പോൾ അതാണെങ്കിൽ ഇടല്ലോ വാനിഷ് മോഡ് എന്നൊരു സംഭവം, വാനിഷ് മോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഇപ്പോൾ മിസ്റ്റർ ട്രോളൻ ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്തില്ല. അതിന് മുമ്പ് എന്താ വെച്ചാൽ ഒരാൾ ഒരു സെലിബ്രിറ്റി വാനിഷ് മോഡ് ഓണാക്കിയിട്ട് ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലല്ലേ. അത് ഞാൻ അവിടെ കാണിക്കുന്നില്ല, മനസ്സിലായില്ല. മിസ്റ്റർ ട്രോളൻ സ്റ്റോറി ആയിട്ടുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇല്ല, മനസ്സിലായില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീഴാൻ വേണ്ടി കാത്തിരിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും, മനസ്സിലായി. കുറേ ആൾക്കാരുണ്ട്. നമ്മളൊന്ന് വീട് കഴിഞ്ഞാണ്ടല്ലോ ചവിട്ടി താത്തുമാരൊക്കെ കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ മിസ്റ്റർ ട്രോളൻ പ്രശ്നം ഇതാണ്. എന്താ വെച്ചാൽ ആ 2 ദിവസം മുമ്പ് ആ ഒരു സ്റ്റോറി ഇപ്പോൾ എഴുതിയിട്ടു. ഇങ്ങനെയാണ് എന്താ വെച്ചാൽ ഞാൻ പിള്ളേർക്ക് അധികം മുൻഗണന ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടു. അതിൻ്റെ പിന്നാലെയാണ് ഈ സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അത് കാരണമാണ് മിസ്റ്റർ ട്രോളൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ സ്റ്റോറി ആയിട്ട് ഇടാൻ തന്നെ കാരണം, മനസ്സിലായി. അപ്പോൾ ഇതാണ് സംഭവം കില്ലർ പ്രശ്നം. ഞാൻ മിസ്റ്റർ ട്രോളൻ സ്റ്റോറി നോക്കിയപ്പോൾ കണ്ടു. എന്താ വെച്ചാൽ നമ്മളത് വീഡിയോ ചെയ്യണം തോന്നിയില്ല, അതാ ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ.